അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരെ പോലെയല്ല ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ലക്ഷ്യമിട്ടപ്പോൾ സഖ്യരാജ്യങ്ങളുമായി കൂടിയാലോചനയ്ക്ക് നിന്നില്ല. ആരെയും വിശ്വാസത്തിലെടുത്തില്ല. ആരുടെയും പിന്തുണയും തേടിയില്ല. ഇറാഖ് അഫ്ഗാൻ യുദ്ധങ്ങളിൽ ജോർജ് ഡബ്ല്യു ബുഷ് ബ്രിട്ടന്റെ അടക്കം അന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയിരുന്നു. അതിൽ ഇറാഖിലെ കൂട്ടസംഹാര യുദ്ധ കഥയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പഴികുറെ കേൾക്കുകയും ചെയ്തു. അത് കാരണം രാഷ്ട്രീയ നേതാക്കളിലുള്ള ബ്രിട്ടന്റെ വിശ്വാസം തന്നെ പോയി എന്ന ആരോപണമുണ്ട്. പക്ഷേ ഇന്ന് ട്രംപിന്റെ തീരുമാനം അറിയുന്നത് അനുയായികൾ മാത്രമാണ്. കോൺഗ്രസിനെ പോലും അറിയിക്കുന്നത് അവസാന നിമിഷം. അത് മതി എന്ന് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രസിഡന്റ്. ഇറാനെ ആക്രമിച്ചതും അങ്ങനെ തന്നെയാണ്. ബ്രിട്ടൻ തങ്ങളുടെ സൈനികാസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കുകയും ചെയ്തു. യൂറോപ്പ് പരമാവധി അകലം പാലിക്കുകയാണ് ഈ യുദ്ധത്തിൽ നിന്ന്. ഇറാഖ്, അഫ്ഗാൻ, ലിബിയ, സിറിയ അങ്ങനെ ഒരു പിടി പേരുകളും ഓർമ്മകളുമുണ്ട് ഈ അകൽച്ചയ്ക്ക് കാരണമായി. ട്രംപിന്റെ കാഴ്ചപ്പാടിൽ വിജയമെന്നാൽ മിസൈൽ സംവിധാനം തകർത്താൽ അത് വിജയം, നാവിക ശക്തി തകർത്താൽ അത് വിജയം, ഖമേനിയെയും ഭരണ സംവിധാനത്തിലെ ഉന്നതരെയും ഇല്ലാതാക്കിയാൽ വിജയമെന്നാണ്. തങ്ങളുടെ കടമ അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഇറാനിലെ അടിച്ചമർത്തപ്പെട്ട ജനത്തിന്റെ ഉത്തരവാദിത്തം. നിങ്ങൾ സ്വതന്ത്രരാകുന്നു, ഭരണം ഏറ്റെടുക്കൂ എന്ന് ആഹ്വാനവും ചെയ്തു. അത് തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രിയും ആവർത്തിച്ചു. പക്ഷേ ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് മറ്റൊന്നാണ്. ഒരുപക്ഷെ അമേരിക്കയോ ഇസ്രയേലോ പ്രതീക്ഷിക്കാത്ത ചിലത്. ഒരർത്ഥത്തിൽ ഇറാനിൽ കുടുങ്ങിയ ട്രംപ് നിലവിളിക്കുകയാണ്. നാറ്റോ മുതൽ ചൈന വരെയുള്ള രാജ്യങ്ങളോട് ഭീഷണിപ്പെടുത്തുന്നു എന്ന മട്ടിൽ യാചിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ മുൻനിർത്തി തങ്ങൾക്കൊപ്പം നിൽക്കണം. ഇറാനെതിരായ ആക്രമണം ലോകത്തിന്റെ ആക്രമണമാക്കി മാറ്റണം. ഈ കുടുക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന മട്ടിലുള്ള യാചന തന്നെയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാനെന്ന വ്യാജേന ലോകരാജ്യങ്ങളെ ഇറാനെതിരെ അണിനിരത്താൻ ട്രംപ് നടത്തിയ അവസാനത്തെ നീക്കം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനായി സൈനിക വ്യോമ സംവിധാനങ്ങൾ അണിനിരത്തണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ചൈനയും റഷ്യയും ഫ്രാൻസും അടക്കം 7 രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശത്തോട് സഖ്യകക്ഷികൾ പോലും അനുകൂലമായി പ്രതികരിച്ചില്ല എന്നതാണ് പ്രധാന കാര്യം. ഒടുവിൽ നാറ്റോ രാജ്യങ്ങളോട് ഭീഷണി സ്വരത്തിലുള്ള വാദവുമായി ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ട്രംപിന്റെ ആവശ്യത്തോട് മുഖം തിരിച്ച് ഓസ്ട്രേലിയ രംഗത്തെത്തിയതാണ് സുപ്രധാനമായ മറ്റൊരു സംഭവം. കടലിടുക്ക് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും കപ്പലയക്കാൻ ട്രംപ് തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ആവശ്യപ്പെട്ടാലും അങ്ങനെ ചെയ്യാൻ പദ്ധതിയില്ല എന്നും ഓസ്ട്രേലിയൻ ക്യാബിനറ്റ് മന്ത്രി കാതറിൻ കിങ് പറയുകയുണ്ടായി. ഓസ്ട്രേലിയ നാവിക സേവനം സംഭാവന ചെയ്യില്ലെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങൾ ഹോർമുസ് കടലിടുക്കിലേക്ക് കപ്പൽ അയക്കില്ല. ഹോർമുസ് എത്രത്തോളം പ്രധാനമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നാവികശേഷി സംഭാവന ചെയ്യാനുമില്ല എന്ന് പറഞ്ഞ കാതറിൻ US ഞങ്ങളോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കൂടി വിശദീകരിക്കുന്നുണ്ട്. ട്രംപ് ഉന്നയിച്ച ആവശ്യം പരിഗണിക്കുന്നില്ല എന്ന നിലപാടാണ് ജപ്പാനും കൈക്കൊണ്ടത്. ഈ ഘട്ടത്തിൽ ഹോർമോസിലേക്ക് സുരക്ഷാ കപ്പലുകൾ അയക്കുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനെ ടക്കായിച്ചി പറഞ്ഞത്. നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുകയാണെന്നും കപ്പലുകൾ അയക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു എടുത്തുചാട്ടത്തിനില്ലെന്ന നിലപാടിലാണ് ദക്ഷിണ കൊറിയ. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിന് സൈനിക സഹായം നൽകണമെന്ന ട്രംപിന്റെ ആവശ്യം ജർമ്മനിയും ഔദ്യോഗികമായി തള്ളി. നിലവിലെ യുദ്ധ സാഹചര്യത്തിന് നാറ്റോ സഖ്യവുമായി ബന്ധമില്ലെന്നും ഇത് നാറ്റോയുടെ യുദ്ധമല്ലെന്നും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സിന്റെ വക്താവ് വ്യക്തമാക്കി. നാറ്റോ സഖ്യത്തിന് വളരെ മോശമായി ഭാവി നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ പരോക്ഷ ഭീഷണികൾക്ക് പിന്നാലെയാണ് ബെർലിന്റെ ഈ ശക്തമായ പ്രതികരണം. ഹോർമുസ് കടലിടുക്കിലെ ഒരു തരത്തിലുള്ള സൈനിക നീക്കങ്ങളിലും പങ്കാളികളാകാൻ ജർമ്മനി ആഗ്രഹിക്കുന്നില്ലെന്ന് സർക്കാർ വക്താവ് ആവർത്തിക്കുന്നുണ്ട്. യുദ്ധത്തിന് മുൻപോ ഇപ്പോഴോ ഇത്തരമൊരു പങ്കാളിത്തം ജർമ്മനിയുടെ പരിഗണനയിലില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ നാറ്റോ അംഗരാജ്യങ്ങൾക്ക് പ്രത്യേക പങ്കൊന്നുമില്ലെന്ന് ബ്രസൽസിൽ വെച്ച് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡഫുള്ളും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇറാനുമായുള്ള സംഘർഷം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് തന്റെ നിലപാടുകൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളിൽ അമേരിക്ക ഇളവ് വരുത്തിയതിനെ കഴിഞ്ഞയാഴ്ച മേഴ്സ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കൃത്യമായ എന്ത് പദ്ധതിയാണുള്ളതെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. യുദ്ധത്തിന് മുൻപ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം ആവശ്യമില്ലെന്ന് അമേരിക്കയും ഇസ്രയേലും വ്യക്തമാക്കിയിരുന്ന കാര്യവും ജർമ്മൻ വക്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഡച്ച് പ്രധാനമന്ത്രി റോബ് ചെറ്റനുമായി ചാൻസലർ മേഴ്സ് ഇന്ന് ബെർലിനിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെ അമേരിക്കൻ സമ്മർദ്ദങ്ങളെ നേരിടുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഐക്യം വീണ്ടും ചർച്ചയാവുകയാണ്.